മലയാളികൾ മാത്രമല്ല, ഇന്ന് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഒരുപോലെ എമ്പുരാന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ്. മോഹൻലാലും പൃഥ്വിരാജും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ പ്രഖ്യാപന സമയം മുതൽ തന്നെ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചകൾ സജീവമായിരുന്നു. ലൂസിഫർ നേടിയ വമ്പൻ വിജയം എമ്പുരാനും സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായത്. 3 മണിക്കൂർ റൺ ടൈമുള്ള സിനിമയ്ക്ക് US സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത്. ആദ്യ ഭാഗമായി ലൂസിഫറിനേക്കാൾ ദൈർഘ്യം എമ്പുരാനുണ്ടെന്നാണ് സൂചനകൾ. അതായത് ലൂസിഫറിന്റെ ദൈർഘ്യം 2 മണിക്കൂർ 52 മിനിറ്റ് ആയിരുന്നെങ്കിൽ എമ്പുരാന്റെ ദൈർഘ്യം 2 മണിക്കൂർ 59 മിനിറ്റും 59 സെക്കൻഡുമാണ്. അതായത് 3 മണിക്കൂറോളം ദൈർഘ്യത്തിലാണ് എമ്പുരാൻ എത്തുന്നത്. സെൻസർ ബോർഡ് ചിത്രത്തിൽ നിന്ന് കട്ട് ചെയ്തത് വെറും 10 സെക്കൻഡ് മാത്രമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ 4 സെക്കൻഡ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ആവശ്യാനുസരണം മാറ്റി ചേർത്തിട്ടുമുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ട്രെയിലറിന്റെ സെൻസറിംഗ് പൂർത്തിയായെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. 3 മിനിറ്റും 51 സെക്കൻഡുമാണ് ട്രെയിലറിന്റെ ദൈർഘ്യം. അങ്ങനെ ചിത്രം മാർച്ച് 27-ന് തിയേറ്ററുകളിൽ എത്താനിരിക്കെ ആരാധകർക്കിടയിൽ ആവേശം കൂടുകയാണ്. ലൂസിഫറിന്റെ പ്രീക്വലും സീക്വലുമായി എത്തുന്ന ചിത്രം വമ്പൻ താരനിരയിലാണ് ഒരുങ്ങുന്നത് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്യാൻവാസിൽ എത്തുന്ന ചിത്രമായതിനാൽ തന്നെ വമ്പൻ ഹൈപ്പിലാണ് എമ്പുരാൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. 150 കോടിയോളമാണ് ചിത്രത്തിന്റെ ബജറ്റ്. സിനിമയിൽ 36 ക്യാരക്ടർ പോസ്റ്ററുകളും അഭിനേതാക്കളുടെ വീഡിയോകളും ടീസറുമൊക്കെ അണിയറ പ്രവർത്തകർ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇരു കൈകളും നീട്ടിയാണ് പ്രേക്ഷകർ ഇതൊക്കെ സ്വീകരിച്ചത്. മോഹൻലാൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർ കണ്ട സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ സുരാജ് വെഞ്ഞാറമൂടിന്റേതായിരുന്നു. ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, സാനി അയ്യപ്പൻ, സായ് കുമാർ, ഇന്ദ്രജിത്ത് സുകുമാരൻ, ബൈജു എന്നിവർക്കൊപ്പം ഷൈൻടോ ചാക്കോ, ഷറഫുദ്ദീൻ, അർജുൻ ദാസ് എന്നിങ്ങനെ പുതിയ താരങ്ങളും ചിത്രത്തിലുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എമ്പുരാൻ നിർമ്മിക്കുന്നത്. ദീപക് ദേവാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. സുജിത് വാസുദേവ് ഛായാഗ്രഹണം കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് അഖിലേഷ് മോഹനാണ്. അതേസമയം ചിത്രം ഐമാക്സിലും റിലീസ് ചെയ്തേക്കുമെന്ന സൂചന പൃഥ്വിരാജ് നൽകിയിരുന്നു. ചിത്രം ഐമാക്സ് സ്ക്രീനുകളിൽ എത്തുകയാണെങ്കിൽ അത് കളക്ഷൻ വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കാരണമാകും. വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിച്ച ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കഴിയുന്ന എല്ലാം സിനിമയിൽ ഉണ്ടാകുമെന്ന സൂചനകളാണ് ചിത്രത്തിന്റെ ടീസർ അടക്കം നൽകുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.